ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ബാക്ക് സ്റ്റേജിൽ വുമൺസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി വരുന്നതായിട്ടും അതേസമയം നെയ ജാക്സ് അവിടെ വന്നുകൊണ്ട് റിയ റിപ്ലിയെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. പിന്നീട് ഒഫീഷ്യൽസ് എല്ലാം വന്ന് പിടിച്ചു മാറ്റി. അതായത് ഇവർക്ക് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച സെഗ്മെന്റിന്റെ ബാക്കിയാണ് നെയ ജാക്സ് ഇന്ന് തീർത്തിട്ടുള്ളത്. പിന്നീട് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആദ്യം ജെയുസോയാണ് വന്നത്. ജെയുസോ വന്നതിന് ശേഷം സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടെ വേൾഡ് ചാമ്പ്യൻ ഗുന്തർ വരുന്നതായിട്ടും വന്നതിന് ശേഷം ജെയുസോനെ വീണ്ടും ഭയങ്കരമായി കളിയാക്കുന്നുണ്ട്. അതായത് ഞാൻ ഒരു വലിയ റെസ്ലറെയാണ് എൻ്റെ ഒപ്പോണന്റ് ആയിട്ട് പ്രതീക്ഷിച്ചത്, എന്നാൽ നിന്റെ പോലെയുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള റെസ്ലേഴ്സ് ഒക്കെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ ഒരു ലെവലിലൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി. നിന്നെയെല്ലാം ഞാൻ വളരെ സിമ്പിളായി തോൽപ്പിക്കും. നീ എത്ര സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ എൻ്റെ കൂടെ മത്സരിച്ചാലും അതിലൊക്കെയും നീ തന്നെയാണ് തോറ്റു പോവുക. നിനക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അതുപോലെ ജെയുസോനെയും ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സെഗ്മെന്റിൽ മുഴുവനായിട്ടും ജെയുസോനെ കളിയാക്കിക്കൊണ്ടാണ് ഗന്ധർ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ അവസാനം ജെയുസോ പറയുന്നത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ ഞാൻ നിന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നും അതുപോലെ തന്നെ റെസൽ മേനിയയിൽ മെയിൻ ഇവന്റ് ചെയ്തിട്ടുള്ള കാര്യത്തെ പറ്റിയൊക്കെയാണ് പറഞ്ഞത്. അതായത് ജെയുസോക്ക് റെസൽ മേനിയയിൽ മെയിൻ ഇവന്റ് കിട്ടിയിട്ടുണ്ട്, ഗന്ധറിന് അത് ഇല്ല എന്ന ലെവലിലൊക്കെ ജെയുസോ ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യം വന്ന ഗന്ധർ ജെയുസോനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ജെയുസോ അവസരം കിട്ടിയപ്പോൾ സൂപ്പർ കിക്ക് എല്ലാം ചെയ്തുകൊണ്ട് ഗന്ധറിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ചാമ്പ്യൻഷിപ്പ് എടുത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെയും പിന്നീട് അത് ഗന്ധറിന് തന്നെ തിരിച്ചു കൊടുക്കുന്നതായിട്ടും കാണിച്ചിരുന്നു. അതായത് റിംഗിൽ വന്ന് എടുത്തോ എന്ന ലെവലിലൊക്കെ. അപ്പോൾ ഈ സെഗ്മെന്റ് അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനുശേഷം കോഫി കിസ്റ്റൻ സേവിയർ വുഡ്സ് ഇവർക്ക് JBLന്റെ കൂടെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സെഗ്മെന്റിൽ റേ മിസ്റ്റീരിയോ ആയിട്ടുള്ള പ്രശ്നത്തെ പറ്റിയെല്ലാം കോഫി കിസ്റ്റൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ന്യൂഡേ ടീം ബിഗിനെ അപമാനിച്ചു വിട്ടതിന്റെ കാരണവും JBL പറയുന്നുണ്ട്. അതായത് എല്ലാവരുടെയും ശ്രദ്ധ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ളത് എന്ന ലെവലിലൊക്കെ. പിന്നീട് കോഫി കിസ്റ്റൻ ഏകദേശം ഒരു $2 JBLന്റെ കോട്ടിന്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നതായിട്ടും JBLനെ ഇവരുടെ ഭാഗത്തേക്ക് നിർത്തുന്നത് പോലെ ഒരു കാര്യം കാണിച്ചുകൊണ്ടാണ് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചത്. അതേപോലെ മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഡെയിലി ഒഫീഷ്യലായിട്ട് റോയൽ വന്ന കാര്യത്തെ പറ്റിയും അതുപോലെ തന്നെ റോയൽ റംബിൾ മാച്ചിൽ മത്സരിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം സംസാരിക്കുന്നുണ്ട്. അതായത് റോയൽ റംബിൾ മത്സരിച്ച് താൻ ചാമ്പ്യൻഷിപ്പിന് ചാലഞ്ച് ചെയ്യാം, ചിലപ്പോൾ NXT റെസ്ലേഴ്സിനെ ആയിരിക്കാം എന്ന ലെവലിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ നെയ ജാക്സ് വന്നുകൊണ്ട് താനാണ് റോയൽ റംബിൾ വിൻ ചെയ്യാൻ പോകുന്നത് എന്നും ടിഫനിയുടെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് തിരികെ വാങ്ങാൻ പോകുന്നത് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ കാണിക്കാൻ കാരണം ഇവർക്കൊരു സിംഗിൾസ് മാച്ച് ഉള്ളതുകൊണ്ടാണ്. അതിനുശേഷം റേ മിസ്റ്റീരിയോ കോഫി കിസ്റ്റൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ മാച്ച് നല്ല അടിപൊളി മാച്ച് ആയിട്ടുണ്ടായിരുന്നു. മാച്ചിനേക്കാൾ മുൻപായിട്ട് ഇവര് ബാക്ക് സ്റ്റേജിൽ വെച്ച് JBLന്റെ പോക്കറ്റിൽ വെച്ച് കൊടുത്ത ആ ഒരു പൈസ എല്ലാം തിരികെ എടുക്കുന്നതായിട്ട് കാണിച്ചിരുന്നു കോഫി കിസ്റ്റൻ. അതായത് കമന്ററി സെക്ഷനിൽ JBL ഇരിക്കുന്ന സമയത്ത്. അതിനുശേഷമൊക്കെയാണ് ഈ മാച്ച് നടന്നത്. മാച്ചിന്റെ അവസാനത്തിൽ റേ മിസ്റ്റീരിയോ സെക്കൻഡ് റോപ്പിലേക്ക് കോഫി കിസ്റ്റനെ ഇട്ട് 619 ചെയ്യാൻ നോക്കിയപ്പോൾ സേവിയർ വുഡ്സ് കാല് പിടിച്ചു വലിച്ച് റേ മിസ്റ്റീരിയോനെ റിംഗിൽ തട്ടിയിട്ടു. ശേഷം അത് റെഫറി കണ്ടതിന് ശേഷം സേവിയർ വുഡ്സിനോട് ബാക്ക് സ്റ്റേജിലോട്ട് പോകാൻ പറഞ്ഞു. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് റേ മിസ്റ്റീരിയോ മറ്റൊരു 619 കൊടുത്ത് ഫിനിഷർ ചെയ്തു എങ്കിലും കോഫി കിസ്റ്റൻ കാല് വെച്ച് കൊടുത്തു. ശേഷം ഈ മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് വിചാരിച്ചിരുന്നപ്പോൾ റേ മിസ്റ്റീരിയോ അങ്ങനെ തന്നെ കോഫി കിസ്റ്റനെ റൗണ്ട് പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റേ മിസ്റ്റീരിയോ ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോഴേക്കും സേവിയർ വുഡ്സ് എല്ലാം ഒന്ന് അറ്റാക്ക് ചെയ്തു. ശേഷം റേ മിസ്റ്റീരിയോനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് LWO ടീം വന്നു. അവരെയും ന്യൂഡേ ടീം അറ്റാക്ക് ചെയ്ത് പോകുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഇവർ റിംഗ് വിട്ട് ഇറങ്ങിപ്പോയെങ്കിലും തിരികെ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ട് പോയി. പിന്നീട് ചാറ്റ് കേബിളിന്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ലൂച്ച റെസ്ലേഴ്സുമായിട്ടുള്ള പ്രശ്നത്തെ പറ്റിയൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ചാറ്റ് കേബിൾ പറയുന്നുണ്ട് ആ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയ ഒരാളെ എനിക്കറിയാം എന്നൊക്കെ, അതായത് ഡൊമിനിക് മിസ്റ്റീരിയോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അതിനുശേഷം സാമി സൈന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ സാമി സൈൻ പറയുന്നത് താൻ ആഡം പിയേഴ്സുമായി സംസാരിച്ചു എന്നും റോയൽ റംബിൾ മാച്ചിൽ മത്സരിക്കാൻ പോകുകയാണ്. അതായത് സാമി സൈന്റെ റോയൽ റംബിൾ എൻട്രി അതിനെ പറ്റിയാണ് ഈ സെഗ്മെന്റിൽ മെയിൻ ആയിട്ടും സംസാരിച്ചത്. അതുപോലെ തന്നെ സാമി സൈൻ പറയുന്നുണ്ട് റോയൽ റംബിളിൽ എന്റെ കൂടെ മത്സരിക്കാൻ പോകുന്ന സെത്ത് റോളൻസ്, ഡ്രൂ മാക്കിൻടയർ, റോമൻ റെയിൻസ്, CM പങ്ക്, സീന ഇവർക്കെല്ലാം എന്നിൽ നിന്നുള്ള വലിയ വ്യത്യാസം എന്ന് പറയുമ്പോൾ അവരെല്ലാം വേൾഡ് ചാമ്പ്യൻഷിപ്പ് എല്ലാം ജയിച്ചിട്ടുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒന്നുമില്ല. എനിക്ക് ഇതുവരേക്കും വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒന്നും ജയിക്കാനും സാധിച്ചിട്ടില്ല. പക്ഷെ ഫാൻസിന്റെ സപ്പോർട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കത് തന്നെ വലിയ കാര്യമാണ്. അതായത് ഒരു ചാമ്പ്യൻഷിപ്പിന് തുല്യമാണ് ഫാൻസ് എനിക്ക് തരുന്ന സപ്പോർട്ട്. അതുകൊണ്ട് എനിക്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വേണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അതിനേക്കാൾ വലുതാണ് ഫാൻസിന്റെ സപ്പോർട്ട്. പക്ഷെ സാമി സൈൻ അവസാനം പറഞ്ഞത്
എന്തായാലും ഈ റോയൽ റംബിളിൽ ഞാൻ മത്സരിച്ചുകൊണ്ട് എൻ്റെ ആ ഒരു ആഗ്രഹവും കൂടി ഞാൻ നടത്തും. അതായത് എൻ്റെ ഫാൻസിന് വേണ്ടിയിട്ട് ഞാൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് റസൽമേനിയ മെയിൻ ഇവന്റിൽ വരും എന്ന ടൈപ്പിലൊക്കെയാണ് സാമി പറഞ്ഞത്. അതേസമയം ഇപ്പോഴത്തെ WWE ചാമ്പ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കെവിൻ ഓവൻസ് ചാമ്പ്യൻഷിപ്പുമായി വന്നുകൊണ്ട് സാമി സൈൻ്റെ കൂടെ സംസാരിച്ചു. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടു, ഫസ്റ്റ് തന്നെ പറയേണ്ടതായിരുന്നു. അതായത് സാമി സൈൻ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നതിനേക്കാൾ മുമ്പായിട്ട് സെത്ത് റോളൻസ് കാരണമാണ് ഈ ഒരു ചിന്ത തനിക്ക് വന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സെത്ത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, നീ എല്ലാവരെയും സഹായിച്ച് നടക്കാതെ നിന്റെ കാര്യം നോക്കി മുന്നോട്ട് പോകാനായിട്ട്. ഇനി കെവിൻ ഓവൻസ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. കെവിൻ ഓവൻസ് വന്നതിന് ശേഷം സാമി സൈൻ, റോമൻ റെയിൻസ്, കോഡി റോഡ്സ് ഇവരെയെല്ലാം സഹായിച്ച കാര്യത്തെ പറ്റി എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവർ റസൽമേനിയയിൽ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മെയിൻ ഇവന്റ് ചെയ്ത് അത് വിൻ ചെയ്ത കാര്യത്തെ പറ്റി എല്ലാം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും അവസാനം കെവിൻ ഓവൻസ് പറയുന്നത്, നീ റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്തിട്ട് വാ, ഞാൻ കോഡി റോഡ്സിനെയും തോൽപ്പിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വരും, നമ്മൾക്ക് 2 പേർ റസൽമേനിയ മെയിൻ ഇവന്റിൽ ചാമ്പ്യൻഷിപ്പ് മാച്ച് വെക്കാം എന്നാണ് പറയുന്നത്. അതായത് നീ റോയൽ റംബിളും ഞാൻ കോഡിനെയും തോൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാച്ച് വെക്കാമെന്ന്. പിന്നെ കെവിൻ ഓവൻസ് ഒരു കാര്യം കൂടി ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് സാമി സൈൻ ഫ്രണ്ട്സിനെ എല്ലാം ഭയങ്കരമായി സഹായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സാമി സൈൻ്റെ ഒരു സഹായം കെവിൻ ഓവൻസ് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന ലെവലിലാണ് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചത്. അതായത് ഞാൻ വിചാരിച്ച സമയത്ത് നീ എൻ്റെ അടുത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് ഉണ്ടാകും എന്ന ലെവലിലെല്ലാം പറഞ്ഞുകൊണ്ടാണ് കെവിൻ ഓവൻസ് മൈക്കെല്ലാം ഉപേക്ഷിച്ച് റിംഗ് വിട്ട് പോയിട്ടുള്ളത്. ഇത് കേട്ട് സാമി സൈൻ ടെൻഷനായി നിൽക്കുന്നത് പോലെയും കാണിച്ചിരുന്നു. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളി സെഗ്മെന്റ് ആയിട്ടുണ്ട്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഷെയ്മസിന്റെ ഇന്റർവ്യൂ കാണിച്ചു. അപ്പോൾ ഷെയ്മസ് പറയുന്നത് താൻ WWE വന്നതിന് ശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജോൺ സീന പോലെയുള്ള വലിയ റെസ്ലറെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും, എന്നാൽ തനിക്ക് ഇതുവരേക്കും IC ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടില്ല, അതിന് പിന്നാലെ ഏകദേശം 5 വർഷത്തോളം ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ ഷെയ്മസ് ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ താൻ എന്തായാലും ബ്രോൺ ബ്രേക്കറെ തോൽപ്പിച്ച് IC ചാമ്പ്യൻ ആകുമെന്ന്. അതേസമയം IC ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ അവിടെ വന്നുകൊണ്ട് ഷെയ്മസിനെ കളിയാക്കും. അതായത് നീയൊന്നും ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ പോകുന്നില്ല, ഞാൻ നിന്നെ തോൽപ്പിക്കും, നീ മര്യാദയ്ക്ക് റെസ്ലിംഗ് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നതാണ് നിനക്ക് നല്ലത് എന്നൊക്കെ. അപ്പോൾ തന്നെ ഷെയ്മസ് ബ്രോൺ ബ്രേക്കറെ പിടിച്ച് തള്ളുന്ന സമയത്ത് ബ്രോൺ ബ്രേക്കർ അവിടെ നിന്നും പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അതിനുശേഷം നയ ജാക്സ് വേഴ്സസ് ബെയ്ലി ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ മാച്ചിൽ ഒരുപാട് പ്രാവശ്യം ബെയ്ലി ഫിനിഷറൊക്കെ ചെയ്ത് വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും നയ ജാക്സ് അതെല്ലാം കിക്ക് ഔട്ട് ചെയ്തു. അതായത് നയ ജാക്സിന്റെ ഫിനിഷർ ഉൾപ്പെടെ ചെയ്തു, പക്ഷെ അതെല്ലാം ഒരു കിക്ക് ഔട്ട് ചെയ്താണ് മാച്ച് മുന്നോട്ട് കൊണ്ടുപോയത്. അതുപോലെ മുൻ NXT ചാമ്പ്യൻ റോക്സൻ പെരസുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നതായിട്ടും ബെയ്ലി അവരെ അറ്റാക്ക് ചെയ്യുന്നത് പോലെയും കാണിച്ചിരുന്നു. ഇതിന്റെ കാരണം NXTയിൽ നടന്നൊരു സംഭവമാണ്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നയ ജാക്സ് ആണ് ബെയ്ലിയെ ഫിനിഷിംഗ് മൂവ് ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ച് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം അവിടെ വുമൻസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി വരുന്നതായിട്ടും വന്നതിന് ശേഷം നയ ജാക്സിനെ അറ്റാക്ക് ചെയ്തു. ശേഷം അവരും തിരിച്ച് അറ്റാക്ക് ചെയ്തു. WWE ഒഫീഷ്യൽസ് എല്ലാം ഒന്ന് പിടിച്ചു മാറ്റി. അവസാനം റിയ റിപ്ലി മൈക്കെടുത്തുകൊണ്ട് പറയുന്നത്, എനിക്കും നിനക്കുമുള്ള മാച്ച് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ വെക്കാമെന്നാണ്. അപ്പോൾ ഇവരുടെ മാച്ചും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ കൺഫേം ചെയ്തിട്ടുണ്ട്, ചാമ്പ്യൻഷിപ്പ് മാച്ച്. പിന്നീട് സാമി സൈൻ സെത്ത് റോളൻസ് ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചു. അപ്പോൾ സാമി സൈൻ സെത്ത് റോളൻസിനോട് ഒരു താങ്ക്സ് പറയുന്നത് പോലെയാണ് വന്നിട്ടുള്ളത്. അതായത് സെത്ത് റോളൻസ് കാരണമാണ് ഇപ്പൊ സ്വന്തം കാര്യം നോക്കി റോയൽ റംബിൾ മാച്ചിലൊക്കെ താൻ ആഡ് ആയിട്ടുള്ളത്, അക്കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. എന്നിട്ട് സെത്തിനോട് പറയുന്നത്, ഞാൻ നിന്നെ ഈ ഒരു റോയൽ റംബിളിൽ എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയുമെന്നാണ്. അപ്പോൾ ഇതേ സംഭവം സാമി ആ ഒരു സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കെവിൻ ഓവൻസുമായിട്ടുള്ള സെഗ്മെന്റിൽ. പിന്നീട് ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് ശത്രുതയിലല്ല എലിമിനേറ്റ് ചെയ്യുന്നത്, മുൻപ് റോമനെ സെറ്റ് എലിമിനേറ്റ് ചെയ്ത പോലെയാണ് ഉദ്ദേശിച്ചത്. പിന്നെ ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ സെഗ്മെന്റ് ബാക്ക് സ്റ്റേജിൽ. അപ്പോൾ ഈ സെഗ്മെന്റ് ആയിരുന്നു ആദ്യം പറയേണ്ടത്, പക്ഷെ തെറ്റിപ്പോയി. അപ്പോൾ ഈ സെഗ്മെന്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ, ചാറ്റ് കേബിൾ പറഞ്ഞതുപോലെ ഡൊമിനിക് മിസ്റ്റീരിയോട് സഹായം ചോദിച്ചു വന്നു. അതായത് ലോച്ച റെസ്ലേഴ്സിനെതിരെ മത്സരിക്കേണ്ട രീതിയെ പറ്റിയെല്ലാം. അപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ ഒരു ചെറിയ ലിസ്റ്റ് എല്ലാം കൊടുത്തുകൊണ്ട് ആ ആളെ പോയി കാണാനായിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതാരാണ് എന്നറിയില്ല. ഈയുടെ ജഡ്ജ്മെന്റ് ഡേ ടീമിന് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ചിനെ പറ്റിയും ഇവർ പറയുന്നുണ്ട്. ഡൊമിനിക് JD മെക്കാനിക്ക് ഇവർക്ക്, അതായത് ഫിൻ ബാലർ ഇല്ലാത്തതുകൊണ്ട് ഫിൻ ബാലറിന് പകരം JD ആണ് ഇനി എല്ലാം എന്ന ലെവലില്. അതിനുശേഷം പെൻഡ വേഴ്സസ് ബീറ്റ് ഡേം ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ചിന് പെൻഡ വന്ന സമയത്ത് എൻട്രൻസ് എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പൈറോ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ട്
മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പീറ്റൻ പെൻഡയെ സബ്മിഷൻ ലോക്കെല്ലാം ഉപയോഗിച്ച് തോൽപ്പിക്കാൻ പോകുന്നത് പോലെ കാണിച്ചുവെങ്കിലും തോൽപ്പിക്കാൻ സാധിച്ചില്ല. അവസാനം പെൻഡ പീറ്റന്റെ കൈ ചാറ്റ് കേബിളിനോട് ചെയ്തതുപോലെ തന്നെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുന്നത് പോലെയെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഫിനിഷിംഗ് മൂവ് ചെയ്ത് ഈ മാച്ചിൽ പെൻഡയാണ് വിൻ ചെയ്തത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിരുന്നു. പിന്നീട് CM Punk ഫാൻസിന്റെ ഇടയിൽ കൂടെ വന്ന് ഒരു പ്രോമോ എല്ലാം ചെയ്തു. അപ്പോൾ CM Punk പറയുന്നത് റോയൽ റംബിൾ മാച്ച് CM Punk വിൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ്. അതായത് 29 പേരെയും എലിമിനേറ്റ് ചെയ്ത അവസാനം താനായിരിക്കും വരാൻ പോകുന്നത്. താൻ എല്ലാ ഹിസ്റ്ററിയും മാറ്റി തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും എന്നൊക്കെയാണ് CM Punk പറഞ്ഞത്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് പോലെയാണ് ഡ്രൂ മാക്കിൻറ്റയറെ തോൽപ്പിച്ചതും സെത്ത് റോളൻസിനെ റോ നെറ്റ്ഫ്ലിക്സിൽ തോൽപ്പിച്ചതും എന്നൊക്കെയാണ് CM Punk പറഞ്ഞത്. അതുപോലെ തന്നെ റോമൻ റെയിൻസിനെ പറ്റിയും ജോൺ സീനയുടെ എപ്പോഴത്തെയും പോലെ സീനയെ എനിക്ക് കാണാം എന്ന ലെവലിലൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റ് മൊത്തത്തിൽ CM Punk മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവസാനം ഒരേ ഒരു വിജയമേ ഉള്ളൂ, അത് ഞാനാണ് എന്നാണ് CM Punk പറഞ്ഞത്. അതിനുശേഷം ഇയോ സ്കൈ ഡെക്കോ ടെക്കൈ വേഴ്സസ് സോയി സ്റ്റാർക്ക് ആൻഡ് ഷൈന ബേസ്ലർ ഇവർക്കൊരു ടാഗ് ടീം മാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ മാച്ചിന്റെ പകുതി തൊട്ട് ഇയോ സ്കൈ ഇറങ്ങിയ ഒരു പെർഫോമൻസ് എല്ലാം ചെയ്തിട്ടുണ്ട്. പറയാൻ വാക്കുകളില്ല. അവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടി എന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. അച്ചാടി പെർഫോമൻസ് ആയിരുന്നു ഇന്ന് ആ മാച്ചിൽ ഇയോ സ്കൈ ചെയ്തത്. മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സോണിയെല്ലാം ചീറ്റ് ചെയ്തുകൊണ്ട് ഡെക്കോ ടെക്കൈനെ എല്ലാം റിങ്ങിന് പുറത്തേക്ക് അറ്റാക്ക് ചെയ്തുവെങ്കിലും അവർ തിരികെ സോണിയെല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അവസാനം ഷൈന ബേസ്ലറിനെ മൂൺസോൾട്ട് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഇയോ സ്കൈ ആൻഡ് ഡെക്കോ ടെക്കൈ ഇവരാണ് ഈ മാച്ച് വിൻ ചെയ്തത്. ഇനി റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് മാച്ചിനെ പറ്റി പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഈ വീഡിയോ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴത്തെയും പോലെ റിവ്യൂവിൽ മാത്രമേ ഞാൻ ഇത് ആവശ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റ് മാച്ചായി നടന്നത് റെസൽമേനിയ റീമാച്ച് ആണ്. സെത്ത് റോളൻസ് വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ചുകൊണ്ട് ഡ്രൂ മാക്കിൻറ്റയർ സെത്ത് റോളൻസിന്റെ ഫ്യൂച്ചർ ഷോക്ക് DDT എല്ലാം ചെയ്തുവെങ്കിലും സെത്ത് അതെല്ലാം കിക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചത്, ആരാണ് വിൻ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡ്രൂ മാക്കിൻറ്റയർ ക്ലൈമോർ എല്ലാം ചെയ്യാൻ നോക്കിയ സമയത്ത് സെത്ത് മാറുന്നതായിട്ടും പിന്നീട് ഒരു അവസരം കിട്ടിയപ്പോൾ ഡ്രൂ മാക്കിൻറ്റയറെ സെത്ത് റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ സെത്ത് റോളൻസ് ആണ് വിൻ ചെയ്തത്. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഡ്രൂ മാക്കിൻറ്റയർ സെത്ത് റോളൻസിനെ ക്ലൈമോർ ചെയ്ത് സെത്തിനെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്തു. ശേഷം സെത്തിനെ ഇഞ്ചുറി ആക്കാൻ വേണ്ടിയിട്ട് ഡ്രൂ മാക്കിൻറ്റയർ പ്ലാൻ ചെയ്തു. അതായത് റിംഗ് പോസ്റ്റിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ക്ലൈമോർ പോലെയെല്ലാം അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ആ സമയം സാമി സെയിൻ അവിടെ വന്നുകൊണ്ട് സെത്ത് റോളൻസിനെ സേവ് ചെയ്ത് ഡ്രൂ മാക്കിൻറ്റയറെ സ്റ്റെപ്പിന്റെ മുകളിലേക്ക് എല്ലാം വലിച്ചെറിഞ്ഞു. പിന്നീട് മാക്കിൻറ്റയർ സാമി സെയിനെയും അറ്റാക്ക് ചെയ്ത് റിംഗിലേക്ക് കയറി സെത്ത് റോളൻസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമി സെയിൻ വീണ്ടും വന്ന് ഡ്രൂ മാക്കിൻറ്റയറിനെ ഒരു ഹെലോ കിക്ക് ചെയ്തതായിരുന്നു. പക്ഷെ മാക്കിൻറ്റയർ ഇത് മുൻകൂട്ടി മനസ്സിലാക്കി അങ്ങനെ തന്നെ മാറുന്നതായിട്ടും അത് നേരെ സെത്തിന്റെ മുഖത്തോട്ട് കൊണ്ടു. പിന്നീട് റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പൊ സാമി സെയിൻ സെത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അറിയാതെ സംഭവിച്ചതാണ്, അവനെയാണ് ചെയ്തത് എന്ന ലെവലിലൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് 2.5 മണിക്കൂർ കൊണ്ട് തന്നെ, അതായത് 9 മണിയായപ്പോഴേക്കും WWE അവസാനിപ്പിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ റിവ്യൂല് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഇന്നത്തെ റോ എപ്പിസോഡ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അടിപൊളി ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. ചെയ്തിട്ടുള്ള മാച്ചസ് സെഗ്മെന്റ് എല്ലാം നന്നായിട്ടുണ്ട്. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.